വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ ഇന്ന് നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയനാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു A4 പേപ്പർ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ ഫുള്ളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വാഷി ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പം ആദ്യം ഞാനിതാ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടതാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പം വേണ്ടവർ മാത്രം കണ്ടു വെക്കുക. ഫുൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ക്ലാസ്, നെയിം, ഡിവിഷൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളിതുപോലെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അല്ലാതെ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന നെയിം സ്ലിപ്പ് എൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ചെയ്ത് നോക്കുക. അത് നോർമൽ സ്റ്റിക്കേഴ്സിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും 2 വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇനി ലാസ്റ്റ് ഞാൻ ഫൈനലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുള്ള് നെയിമും സബ്ജക്റ്റും ഈ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ച് വാട്ടർ പ്രൂഫ് ചെയ്യുക കേട്ടോ. സെല്ലോ ടേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് എടുത്താൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കിട്ടി. അപ്പം സംഭവത നമ്മൾ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാനൊക്കെ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് അതുപോലെ ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അഹദൂൻ്റെ അടുത്ത് ബുക്ക് ചോദിച്ച സമയത്തോനും എനിക്കൊരു പഴയ ബുക്കാണ് കേട്ടോ തന്നത്. കാരണം ഇതൊക്കെ ഫുള്ള് ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. അപ്പോൾ സംഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.